മൃതസഞ്ജീവനികൾ പൂക്കുന്ന അഗസ്ത്യാർകൂടം. സപ്തഋഷികളിൽ ഒരാളായ അഗസ്ത്യമുനി തപസ്സനുഷ്ഠിച്ച മലനിരകളെയാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. ആ പച്ചപ്പിന്റെ പർവ്വതാനിയിലേക്ക് ഒരു യാത്ര. ഓരോ യാത്രയും വ്യക്തവും കൃത്യവുമായ രേഖാചിത്രത്തോടൊപ്പം യാത്ര തിരിക്കുന്ന ILDM MBA വിദ്യാർത്ഥികൾ. അഗസ്ത്യാർകൂടം എന്ന ഈ വൻ മലനിരകളും ദുരന്ത നിവാരണ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ രൂപരേഖ തിട്ടപ്പെടുത്തി യാത്ര തുടങ്ങി. മേഘങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകൾ ഒരു വശത്തും, യാത്രയുടെ ആവേശം മറുവശത്തും. യാത്ര ബോണക്കാട് എസ്റ്റേറ്റ് എത്തിയപ്പോൾ യാത്രയുടെ ആവേശം ഇരട്ടിയായി. ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ ആദ്യം എത്തിയത് യാത്രയുടെ മനോഹാരിതയേക്കാൾ മുന്നിൽ എന്തെല്ലാം ദുരന്തങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുക എന്നതായിരുന്നു. യാത്ര ഏകദേശം 10:30 ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ആരംഭഘട്ട ചെക്കിംഗ് കഴിഞ്ഞതോടെ അഗസ്ത്യാർകൂട മലനിരകളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര 11 മണിക്ക് ആരംഭിച്ചു. കയ്യിലൊരു വടിയും ചുറ്റും പ്രകൃതിയും അവളുടെ മടിത്തട്ടിലൂടെ ഒഴുകുന്ന ചെറു അരുവികളും പിന്തുടർന്ന് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ആയിട്ടുള്ള പല സ്പീഷീസ് പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉള്ള ഏരിയ. ഭയങ്കര, അതായത് സോലാർ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് 2000 മീറ്ററിന് മേളിൽ കാണുന്ന ഓപ്പൺ ഏരിയ, അതായത് ഗ്രാസ് ലാൻഡ്സിലുള്ള ചെറിയ എവർഗ്രീൻ പാർക്കാണ്. അത് ഇവിടെ 1500 മീറ്ററിൽ താഴെ കാണുന്നത്. ഓരോ അറിവും ചെറുതല്ല എന്ന തത്വം വിശ്വസിച്ച് യാത്രയിൽ പുതുതായി ലഭിക്കുന്ന അറിവുകൾ ശേഖരിച്ച് പിന്നെയും യാത്ര മുന്നോട്ട്. ഒട്ടനവധി ഔഷധസസ്യങ്ങൾ കാണാനും അവയെപ്പറ്റി കൂടുതൽ അറിയാനും സാധിച്ചു. പാറയുടെ ബോഡി ഒന്ന് നോക്കിക്കേ, ഇതന്നെ പല ഇങ്ങനെ നോക്കി വരകൾ കാണാം. ഇവിടെ വിത്ത് വീണോ വലുതാവാനും ഇടിയാനുള്ള സാധ്യത. ചിലപ്പോ ഉരുണ്ട് വന്ന വഴിക്കായിരിക്കാം, പക്ഷെ നോക്കിയത് ലേയേഴ്സ് ഉണ്ട്. മഴ പെയ്യുമ്പോൾ മണ്ണ് ഒഴുകുന്ന ടൈപ്പ് ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്. അത് ഡിസ്റ്റർബ്ഡ് ഫോറസ്റ്റ് ആണ്. സാധാരണ ഒരു നല്ല ഡെൻസ് ഫോറസ്റ്റിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ഒഴുകത്തില്ല. കാരണം വളരെ സ്ലോയിലാണ്. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഏറ്റവും മുകളിൽ ഇങ്ങനെ വെള്ളം വീണ് പതുക്കെ വളരെ സ്ലോയിലാണ് അത് താഴേക്ക് വരുന്നത്. അപ്പൊ മണ്ണ് കുത്തി ഒഴുകി പോകത്തില്ല. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മണ്ണിൽ വന്ന് ആ ഒരു ഫുൾ ആക്സലറേഷൻ, അത് പെരണിയൽ സ്ട്രീംസ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫ്ലോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ്. അത് ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഗള്ളി പ്ലഗിംഗ് എന്ന് പറയുന്നത്. ഈ ചാലിന്റെ പേരാണ് ഗള്ളി. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട്ടുകല്ല് ഉപയോഗിച്ച് പ്ലഗ് ചെയ്യുന്നതിനാണ് ഗള്ളി പ്ലഗിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ അടുത്ത സീസണിൽ മഴക്കാലത്ത് അവിടെ വന്നിട്ട് മണ്ണ് ഇങ്ങനെ ഫില്ലാവും. ആ ഫില്ലാവുമ്പോഴേക്കും അത് സ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെ പിന്നെ ആ സ്റ്റെബിലൈസ്ഡ് ആയ സ്ഥലത്ത് വേറെ ചെടികളൊക്കെ വരികയും വേരുകളൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ട് ആ ഒഴുക്കങ്ങ് മണ്ണ് ഒഴുകാനുള്ള ഒരു സാധ്യതയാണ് ബ്ലോക്ക് ആവും. കയറുമ്പോഴുള്ള അതിന്റെ നാട്ടിന്റെ മാർക്കുകളാണ് ഇങ്ങനെ ലൈൻസ് പോലെ മരത്തിൽ കിടക്കുന്നത്. നീളത്തിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ടൈഗറും അതുപോലെ ആൽഫേഡും പോലുള്ള ജീവികളൊക്കെ എഴുന്നേറ്റ് മരത്തിൽ. ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നും 7 ക്യാമ്പുകൾ താണ്ടിയാണ് അതിരുമല ബേസിൽ എത്തിച്ചേരുക. ഇലപൊഴിയും വനാന്തരവും ചെറു അരുവികളും പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളും മറികടന്ന് ഇന്നും മൃദുസഞ്ജീവനിയുടെ രഹസ്യം തേടി അഗസ്ത്യാർകൂട മലനിരകൾ കയറുന്ന ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പം ഞങ്ങളും യാത്ര തുടരുകയാണ്. ടോട്ടൽ 6 കിലോമീറ്റർ. പൊങ്കാലപ്പാറ വരെയെങ്കിലും വരുന്നവർ അങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങി പോരുക. അവരവരുടെ ഗൈഡിനെ വിളിച്ചുകൊണ്ട് തന്നെ വരും. ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ നിൽക്കരുത്. ആ 3 കിലോമീറ്റർ കഴിഞ്ഞാൽ വേണം പിന്നെ റോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചുകൂടെ അഡ്വഞ്ചറായി മാറുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും മനസ്സിനൊക്കെ തയ്യാറാക്കി മുന്നിയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക. അവിടെ ഒരു വിശ്വാസമുണ്ട്. വിശ്വാസമൊക്കെ ഒന്ന് കാത്തു പിടിച്ച് വരിക. ഓക്കെ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് ശേഷം ഈ യാത്രയിൽ ഏറ്റവും കഠിനമേറിയ ഘട്ടത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനിയുള്ള 6 കിലോമീറ്റർ അതികഠിനമാണ്. വഴുക്കലേറിയ ഉരുളൻ പാറകൾക്കിടയിലൂടെയാണ് ഇനിയുള്ള യാത്ര. അങ്ങകലെ അഗസ്ത്യാർകൂട മലനിരകൾ അവ്യക്തമായി കാണാം. ഈ കാഴ്ച ഇനിയുള്ള യാത്രയ്ക്ക് ആവേശം പകർന്നു.
പൊങ്കാലപ്പാറ കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം ശേഖരിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു നീങ്ങി. കയറിൽ തൂങ്ങിയും പാറയിൽ അള്ളിപ്പിടിച്ചും പാറകൾക്ക് മുകളിലൂടെ ചാടിക്കടന്നും ഇരുന്നുമൊക്കെ അതിസാഹസികമായി വേണം ഇനി മുന്നോട്ടുള്ള യാത്ര. താപനില 12 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ കാഠിന്യമേറിയ തണുപ്പായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. യാത്രക്കിടയിൽ കുറച്ചുപേർക്ക് ശാരീരിക അസ്വസ്ഥത തോന്നിയെങ്കിലും ആവേശം ഒട്ടും കുറയാതെ എല്ലാവരും 1 മണിയോടെ അഗസ്ത്യമലയിൽ എത്തിച്ചേർന്നു. കാഴ്ചയിൽ എളുപ്പമായി തോന്നുമെങ്കിലും തിരികെയുള്ള മലയിറക്കവും അല്പം ദുഷ്കരമായിരുന്നു. അതിരുമല ക്യാമ്പിലേക്ക് 7 മണിയോടെ അവസാന ഗ്രൂപ്പും തിരികെ എത്തിച്ചേർന്നു. രാത്രി വിശ്രമത്തിന് ശേഷം പിറ്റേന്ന് അതിരാവിലെ തന്നെ ഞങ്ങൾ തിരികെ പുറപ്പെട്ടു. കണ്ടുവന്ന വഴികൾ വീണ്ടും ഒന്നുകൂടി ആ വനഭംഗി ആസ്വദിച്ച് തിരികെയുള്ള യാത്ര. ഈ യാത്രയിൽ പലർക്കും പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടും MBA ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പഠിച്ച അറിവുകൾ ഉപയോഗിച്ച് അവയെ തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. തുടർന്ന് 4 മണിയോടെ ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എല്ലാവരും തിരികെ എത്തി.